ഈ വർഷവും മാരാവൺ മഹായോഗത്തിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കൺവെൻഷന്റെ ആരംഭം മുതൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു തലവാചകം കൊടുക്കുന്നു എന്ന് വരികിൽ ഇവണ്ണം ആയിരിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആസക്തികൾ അവസാനിക്കേണ്ട നോമ്പുകാലം, ആസക്തികൾ അവസാനിക്കേണ്ട നോമ്പുകാലം. നാം ഈ 21-ാം അധ്യായത്തിൽ ആഹാബ് രാജാവും ഇസബേലും നാബോത്തും ഏലിയാവും ഉൾപ്പെടുന്ന ഉള്ളുലയ്ക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്കതിനെ വായിച്ച് തീർക്കുവാനായിട്ട് കഴിയൂ. ഈ പ്രത്യേക തിരുവചന ഭാഗം ആസ്പദമാക്കി 5 നുറുങ്ങ ചിന്തകളാണ് ഇന്ന് നാം ഒന്നിച്ച് ധ്യാനിക്കുന്നതിനായി ഒരുങ്ങുന്നത്. ഒന്നാമതായി അധികാരത്തിന്റെ അസുര ഭാവങ്ങൾ, അധികാരത്തിന്റെ അസുര ഭാവങ്ങൾ. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലൂടെ മലയാള സാഹിത്യ പ്രേമികളുടെ ഹൃദയത്തിൽ കൂടുകെട്ടിയ ഒരു കഥാകാരനാണല്ലോ പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2020 മലയാള മനോരമ വാർഷിക പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ഒരു നോവലാണ് അശ്വാരൂഢന്റെ വരവ്. അതിൽ തത്വജ്ഞാനിയും ഗുരുവുമായ അരിസ്റ്റോട്ടിലും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയും തമ്മിലുള്ള സംഭാഷണം കുറിക്ക് കൊള്ളുന്നതാണ്. അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറോട് ചോദിക്കുകയാണ്, നിന്നെ കാത്തിരിക്കുന്നത് മഹത്തായ ഒരു രാജ്യവും സിംഹാസനവുമാണ്. അവിടെ നീ എങ്ങനെയായിരിക്കും? അലക്സാണ്ടർ അഭിമാനത്തോടെ പറഞ്ഞു, അലക്സാണ്ടർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി എന്നും നിലകൊള്ളും. ഇത് കേട്ട് അരിസ്റ്റോട്ടിൽ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ രാജാക്കന്മാരും അങ്ങനെയാണ് പറയാറ് തുടക്കത്തിൽ. പക്ഷേ പാതി വഴിയിൽ അവർക്ക് അവരുടെ വാക്കുകൾ നഷ്ടപ്പെടുന്നു. ഇസ്രായേലിൽ രാജാക്കന്മാർ നിയോഗിതരായത് ജനങ്ങളെയും ദേശത്തെയും സംരക്ഷിക്കാനും അതിനായി ഏകാഗ്രതയോടെ യഹോവയെ സേവിക്കാനുമാണ്. എന്നാൽ പാതി വഴിയിലല്ല, ആദ്യ ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ അധികാരം ആസക്തിയും ഉന്മാദവുമായി വഴിമാറുന്ന കാഴ്ചയാണ്.